ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡേ എന്ന് തന്നെ പറയാം. മറ്റൊന്നുമല്ല, മൈഗ്രെയിന് കാണിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് മൈഗ്രെയിന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെയിനിലല്ലാതെ പോയിട്ട് അത് റിയാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് കയറി കാണിച്ചിട്ട്, ഇന്നലെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മാറ്റമില്ല. അപ്പോൾ ഇതൊന്ന് കാണിച്ചിട്ട് ഇതിന് മരുന്ന് ആദ്യം മേടിക്കണം. എന്നിട്ട് വേണം കോഴിക്കോടേക്ക് പോയിട്ട് ഇത്രയിൽ മൈഗ്രെയിന് കാണിക്കാൻ. എന്നിട്ട് വേണം, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കാല് സുഖമില്ലാതെ കിടക്കുകയാണ്, എന്തോ ആക്സിഡൻ്റ് അങ്ങാനായതാണ്, അവനെ ഒന്ന് പോയി കാണണം. അങ്ങനെ ഇന്ന് ഇത്തരം പരിപാടിയാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ എടുത്തേക്കാന്ന് കരുതി. അവരെ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? ആരോ കൂട്ടാൻ വരുന്നു. എൻ്റെ ഒരു കമ്പനിക്കാർ നിങ്ങളെ കൂട്ടാൻ വരത്തില്ലല്ലോ. അഖിലിന്നലെ ഇവിടെ വന്നപ്പോ ജാസ്മിൻ പറഞ്ഞതാ, എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഞാനേ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പോയിട്ട് ഞാൻ കണ്ട് കാല് കുത്തിപ്പോയി, കട്ട് ചെയ്യണം. അല്ലെങ്കിൽ പോകാനുള്ള സർജന്റെ ഒപ്പീനിയൻ വേണമെങ്കിൽ പോയാൽ ഒരു കുഴപ്പമില്ല, പോയാൽ എന്തായാലും ഉണ്ടാവും. പക്ഷെ ടൈം എടുക്കണം. മുറിവ് ഇങ്ങനെ ഉണങ്ങി വരാൻ സർജനെ ഒപ്പീനിയൻ എടുക്കാം. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. വീണ്ടും ഇത് വെച്ച് കെട്ടി, വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇത് വെച്ച് കെട്ടിയിട്ട് ഇനി അത് കുറഞ്ഞു വരണം, അല്ലാത്ത പക്ഷം ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പണി പിന്നെയും പാളിക്കായി. ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായി, പക്ഷെ ഇന്നലത്തെക്കാട്ടിലും ഒരുപാട് വീക്കം കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് ഇനി ഇഞ്ചക്ഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി തലവേദന വന്നാൽ കർത്താവേന്നൊരു നീട്ടി വിളിയ കേൾക്കാതിരിക്കില്ലല്ലോ. പടച്ചോനേന്ന് വിളിച്ച്, കൃഷ്ണാന്ന് വിളിച്ച്, ഇനി കർത്താവിനെന്ന് വിളിച്ച് നോക്കുക. ഇവൻ കേട്ടാലോ? ഞാൻ എല്ലാവരെയും വിളിക്കലുണ്ട് കേട്ടോ. ചില സമയം പടച്ചോനേന്ന് വിളിക്കും, ചില സമയം കൃഷ്ണാന്ന് വിളിക്കും. മിക്കതും എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എനിക്ക് അറിയൂല. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്, ഈ സിനി എന്ന് പറഞ്ഞിട്ടുള്ള. എൻ്റെ ഒരു അറിവിൽ അവളെ ഒരു ക്രിസ്ത്യനുള്ളായിരുന്നു. അപ്പോൾ കൂടെ പഠിച്ചതായാലും ഒരു ക്രിസ്ത്യാനികളെ അറിയുന്ന ഒരു സംഭവം എനിക്ക് സിനിനെ മാത്രമേ ഉള്ളൂ. പക്ഷേ സിനി ഇന്നേ വരെ കർത്താവേന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. അവൾ അയ്യോ അയ്യോ എന്നും പറഞ്ഞിട്ട് ദൈവമേന്ന് വിളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ആളാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എൻ്റെ വായിൽ അനങ്ങിയ കർത്താവേന്നാണ് വിളി വരിക. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് പണ്ടൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ചുണ്ടിന് ഞൊട്ടിയായിരുന്നു കർത്താവേന്ന് വിളിക്കുമ്പോഴേക്കും. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിലേ തൊട്ടിട്ടുള്ള ശീല. അപ്പോൾ ഇവിടുന്ന് കിട്ടിയതാണെന്നുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആദ്യമൊക്കെ കുരിശു ഇട്ടിട്ട് നടക്കുകയായിരുന്നു, പിന്നെ അത് കാലക്രമേണ അതങ്ങ് ഒഴിവാക്കി. അങ്ങനെയാണ് സംഭവം. എനിക്ക് രണ്ടാമതൊരു കുരിശ് മേടിക്കണമെന്നുണ്ട്. നോക്കട്ടെ, ഇന്ന് തന്നെ അങ്ങ് മേടിച്ചാലോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് കർത്താവേ വിളിയ. ആരെങ്കിലും ഒരാൾ കേൾക്കാതിരിക്കില്ലല്ലോ. ചെറിയ ഗൈസ് മെഡിസിൻ വാങ്ങാൻ പോയിട്ടുണ്ട്. അവില് ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കളിയാക്കുക. അവിലെന്ന് പറഞ്ഞിട്ട് അലർജിയുടെ ഒരു ഗുളിക ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവിലും പയവും മേടിച്ചാൽ മതി എന്നോടാണ്. അവിലും പയവും ഇങ്ങനെ മേടിച്ചോ, പക്ഷേ ചൊറിച്ചിൽ മാറുമെന്ന് ഞാൻ വിചാരിക്കണ്ടെന്ന്. അങ്ങനെ നല്ല ഡോക്ടറാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല കമ്പനിയാണ്. ഞാൻ പോയാൽ കഥയും പറഞ്ഞ് നടക്കും. ഒത്തിരി പേഷ്യൻ്റ് അപ്പുറം ഉണ്ടാവും. നമ്മളെന്താ പറയുക,
മതത്തെ വെച്ച് താരതമ്യം ചെയ്യാത്തൊരു ഡോക്ടറാണ്. ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതാണെന്നറിയാം. ആൾ ഭയങ്കര ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. പക്ഷേ ഇന്നേ വരെ അങ്ങനത്തെ ഒരു രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല. നീ ഇവിടെ നിൻ്റെ തൊഴിലല്ലേ, നീ വരയ്ക്കുന്നതിന് എന്താന്ന് ചോദിക്കും. അതാണ് അതാ ഷഫീന ബീബി വന്ന വിഷ്വല് കിട്ടിയത്. അത് വേറെ വണ്ടിയാ, മറ്റേതാ കോപ്പിറൈറ്റ് ഇപ്പൊ കിട്ടും. ഓക്കേ, ടാടാ. അങ്ങനെ ഞാൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ വന്നതായിരുന്നു. പോലീസ് സ്റ്റേഷൻ മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ പ്രിയണ്ണയ്ക്കും ഷഫീനണ്ണയ്ക്കും നേരെ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ, അതിന് FIR ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അണ്ണന്മാരെ വിളിച്ചിട്ട് എന്നെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓലെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ദേ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഞാനും റെഡ്, നീയും റെഡ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. സോറി, ഞാൻ മുടി കുളിച്ചപാട് കഴിച്ചിട്ടിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ മുടി കെട്ടാൻ നിർവാഹമില്ലാഞ്ഞിട്ട് പാവ സിസ്റ്റർ ഇട്ടോ എനിക്ക് മടങ്ങിട്ട് തന്നു. അങ്ങനെയാണ് ഗൈസ് സംഭവം. ഞങ്ങൾ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ്. 24 മണിക്കൂർ ഫോണില്ല. എനിക്ക് മീശ ഉണ്ടോടെ അതുണ്ടല്ലോ, ഈ കുത്തിൻ്റെ മുകളിൽ രോമം വരും. എനിക്കൊരു കാലത്ത് ശരിക്കും പറയാച്ചാൽ നല്ല മീശ എന്ന് തന്നെ പറയലോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ഇത് ചെയ്തതാണ്. എന്തായിരുന്നു ഞാൻ ചെയ്ത്? മറ്റേ നമ്മൾ നിഹാസ് ക്ലിനിക്ക് പോയിട്ട് എന്തായിരുന്നു അതിൻ്റെ പേര്? ലേസർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാക്കാപ്പുള്ളിൻ്റെ അടുത്തേക്ക് ലേസർ തൊട്ട് ആ സ്പോട്ടിന് കാക്കാപ്പുള്ളി പോയി പോവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ കാണാനുള്ള ഭംഗി കാക്കാപ്പുള്ളിയാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഡോക്ടർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. 15,000 രൂപ കൊടുത്താണ് ഗൈസ് ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെയാണ്. ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ കൊടുത്ത കേസിൽ FIR ഇട്ടപ്പോൾ അപ്പോൾ ഇതിനെങ്കിലും നീതി കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ. അങ്ങനെയാണ്. അപ്പോൾ ആരു നമ്മുടെ പ്രിയ ചേച്ചിനെ കൊയിലാണ്ടി കണ്ട നീ എന്നാ ചെയ്യടേ? ഓടി പിടിച്ചൊരു കെട്ടി പിടിച്ചൊരു പ്രിയ ചേച്ചി, നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവും, ഇവനും ഉണ്ടാവും, ഇവൻ്റെ അമ്മയും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് നാട്ടിൽ വെച്ചിട്ട് ഒരു മാല സ്വീകരണം ഞാനത് തരുക. നിൻ്റെ ക്യാൻസർ രോഗത്തിനുള്ള ഒരു മരുന്നിൻ്റെ കയ്യിലുണ്ട്, മച്ചി പശു. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പറയൽ പ്രസവിക്കാത്ത ആൾക്കാർക്കാണ്. എടി, ഒരു സ്ത്രീ ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റണം. നിന്നെ ദൈവം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്ന് ശിക്ഷിച്ചിട്ട് പോലും നീ മറ്റുള്ളവരുടെ ഇറച്ചി തിന്നിട്ട് ജീവിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ ഡേ. നിനക്കൊക്കെ വല്ലാത്തൊരു തൊലിക്കട്ടിയാ അല്ലേ? ആടേ, ഒരു തല അസുഖം ക്യാൻസർ ക്യാൻസറിനെ ഞാൻ കളിയാകുന്നില്ല, ആർക്ക് വേണമെങ്കിലും മേ ബി വരാട്ടോ. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റാതെ. ഞാൻ അത്ര ദ്രോഹിയായതൊന്നല്ല കേട്ടോ. നമ്മളെ ദ്രോഹിക്കുന്ന പോലെ തിരിച്ച് ദ്രോഹിച്ച് കുറ്റം പറയുമ്പോൾ അത് മാനസികം, അത്രമാത്രം. ഏതായാലും രോഗം അവക്കില്ല എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാനുള്ള ഗതികേടം നോക്കില്ലല്ലോ, അത് മതി നീട്ടി. അപ്പം അങ്ങനെയാണ്. എൻ്റെ ഇവിടെ ഒരു ഡോട്ട് വരുന്നുണ്ട് കേട്ടോ, കാണിക്കണം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, സ്കിന്നിന് സതീഷൻ ഡോക്ടർ. ഞാൻ കേട്ടോ ജെസിക്കുട്ടാന്ന്. അപ്പം അങ്ങനെയാണ്. ബൈ.
അങ്ങനെ ഡോക്ടറെ കാണിച്ചു. 1 മാസത്തേക്ക് ഗുളിക എഴുതി തന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. തടിക്കുന്നത് ഗുളിക കുടിച്ചിട്ടാണെന്ന് പറഞ്ഞു. എക്സസൈസ് മസ്റ്റാണെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ നടക്കാനും കിടക്കാതിരിക്കാനും പറഞ്ഞു. എന്നോട് പറഞ്ഞു റീൽസ് നോക്കുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ. പക്ഷെ ഫുൾ ടൈം റീൽസാണ് ഗൈസ്. അങ്ങനെയൊക്കെ പറഞ്ഞു. കുറച്ച് നേരം 1 മണിക്കൂറൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡോക്ടറെ. അപ്പോൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സംഭവം. അരുണുണ്ട് ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. തോണ്ടി അരുൺ ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. എന്താ ഇപ്പം എന്താണെന്നറിയില്ല, ഐസ്ക്രീം ഭ്രാന്ത് കയറിയേക്ക് എനിക്ക്. അതിൽ കമന്ന് കിടന്ന് നോക്കുന്നു. അങ്ങനെ ഐസ്ക്രീം കിട്ടി. ടേസ്റ്റ് ഉണ്ട്. അരുൺ ഐസ്ക്രീം. ഓക്കെ, അരുണിൻ്റെ അവിടെ വന്നതാണ്. അരുൺ വിളിക്കുന്നേക്ക. അരുണേ 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 പാപ്പു പാപ്പു എടോ ചാമ്പക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പഴുത്തിട്ടുമില്ല, എന്നാലായിട്ട് പച്ചയല്ല. കുഞ്ഞിലേ ഞാൻ ഇവരുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ആളും വലുതായി. 2 അല്ല 3 ആളുണ്ട്. ഒരാളിട്ട് അത് പോയി, പേടിയാ. അരുണിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇവിടുന്ന് അവർ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് ഇവനെ ആരോടെങ്കിലും വണ്ടിയിൽ പോകുന്ന സമയത്ത് ദേഷ്യമുണ്ട്. ഹോണൊരു അമർത്തി പിടിക്കലുണ്ട് ഗൈസ്. മറ്റേ കൈമലിടാൻ പിന്നെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ കയ്യിലിട്ടു. അപ്പോൾ ഇതിനൊരു കാര്യം പറയുന്നതിന് മുമ്പ് അവന് ആരോടെങ്കിലും ഓവർടേക്ക് ചെയ്യാനല്ലേ ആരെങ്കിലും ഒരാൾ സൈഡ് കൊടുത്തില്ലെങ്കിൽ ഹോൺ അമർത്തി ഒന്ന് പിടിക്കും. അപ്പോൾ ആ അമർത്തി പിടിച്ച എനിക്ക് പറ്റിയില്ല, തലവേദന എടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം ഇങ്ങനെയാണ്. പിന്നെ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ എവിടെ മറ്റേ കൈ നീച്ചപ്പോൾ ഞാനിങ്ങനെ നീട്ടിയപ്പോൾ ഡോക്ടർ ഒന്ന് നോക്കിയേക്ക് ഇതെന്തു ആടേന്ന് വിചാരിക്കും. ഇവരുടെ പേര് ഇല്ലല്ലോ ഫയൽ എടുക്കണേ. ഇല്ല, ഡെലിവറിക്ക് സർജറി കഴിഞ്ഞു എന്നല്ലാണ്ട് സിസേറിയൻ 2 എണ്ണം. ഗൈസ്, ഞാൻ തലവേദനക്ക് ഡോക്ടറെ കാണിച്ച സമയത്ത്
ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി സർജനെ ഒന്ന് കാണിക്കാൻ, ആൻറ്റിബയോട്ടിക് അഥവാ വേണമെങ്കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ MMC കയറിയതാ കാഷ്വാലിറ്റി കാണിക്കാൻ. കൈക്കും കാലിക്കും പുതിയ വാച്ചൊക്കെ കിട്ടി. എന്താ ചെയ്യുക, ഒരു ലോഡ് പേപ്പറിലൊലിക്കാത്ത എഴുതിയേക്ക്. ഞാൻ ജനിച്ച അന്ന് തൊട്ടിട്ടുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വരണ്ടില്ല, ഇങ്ങനെയായിപ്പോയി. പിന്നെ കയ്യല്ലേ, വിലമതിക്കാൻ പറ്റാത്ത സംഭവമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ജൂനിയർ സർജൻ വന്ന് നോക്കിയിട്ടുണ്ട്. ഇനി സീനിയർ സർജൻ ഇപ്പം വരുമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം, നമ്മുടെ ഒരു സമാധാനത്തിന്. പൈസയല്ലേ, നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ലല്ലോ. പൈസക്കാർക്ക് എന്ത് പൈസ. അപ്പോൾ കുറച്ച് പൈസ MMCക്കും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ എന്താ വന്നിട്ട് പറയാന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമല്ലല്ലോ, അങ്ങോട്ട് പറയുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല. ഒരു ആൻറ്റിബയോട്ടിക് ഇതാണ് ഞാൻ വിചാരിച്ച റിയാസ്ക്കാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതി തന്നു. ഇവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശ്വാസം മുട്ടോ ചൊറച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. മലബാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന MMCയെ പറ്റി എനിക്ക് ഇപ്പൊ ഒരു അഭിമാനമായ ഒരു വർത്തമാനം പറയാനുണ്ട്. പാവങ്ങളോട്ടോ അവര്. അവിടുന്ന് ആദ്യമായിട്ടാ ചെറിയ പൈസക്ക് ഇറങ്ങി പോയത്. എത്ര പൈസ? 350 ആദ്യമായിട്ടാ. അല്ലെങ്കിൽ നല്ലൊരു പൈസയാവും. ഇങ്ങനെ ഒടുക്കുമ്പത്തെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. അപ്പം എങ്ങനെയാണ്? അപ്പം എന്നാ ശരിട്ടാ. ഞങ്ങളെ കമ്പനിക്കാരനെ കാണാൻ വന്നവന്റെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞ് അരു വന്ന് പൊന്തിച്ചു വെക്കൊരു കാല്. ഇതാണ് കാല്, ഇതാണ് പ്ലാസ്റ്റർ ഇട്ടത്. പുതിയ ഷൂട്ടാ, മറ്റേ ടാറിങ്ങിന് പോകൂലേ. അവനവന്റെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് കാണിക്കുന്നില്ല. മുഖം മാത്രം. മുടി റെഡി ആയിക്കോ. മുടി കളർ ചെയ്താരെങ്കിലും ഒന്ന് കണ്ടോ? അതിങ്ങനെയൊന്നും കാണിക്കില്ല. അമ്മ ചായ എടുത്ത് വെച്ചിക്ക. അപ്പൊ ചായ തണിഞ്ഞു പോകും. അമ്മനെ കഴിച്ചിടാ. മൈ മമ്മി ആരുമല്ല. അപ്പൊ ചായ ഉണ്ട്, ഉണ്ണിയപ്പുണ്ട്. അമ്മ ചുട്ട? അമ്മ ചുട്ടാണോന്ന് ചോദിച്ചാ ഉണ്ണിയപ്പം? അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. തിരിച്ച് വീട്ടിലെത്തി. 3 ഹോസ്പിറ്റലിൽ കാണിച്ചു ഇന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. കമ്പനിക്കാരനെ കണ്ടു. എല്ലാം കൂടി രാത്രിയായിരിക്കും ഇവിടെ എത്താൻ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലെങ്ത് വ്ളോഗ്. ഓക്കെ, ടാറ്റാ.